അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ള് പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത സൂറത്ത് ലാ ഉഖ്സിമു മുതൽ സൂറത്ത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ സൂറത്തുണ്ടല്ലോ, ഈ സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള ഏത് സൂറത്തും പരീക്ഷയ്ക്ക് നിങ്ങളെ കൊണ്ട് നോക്കി ഓതിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഖുർആനിൽ എവിടെ നിങ്ങളെ കൊണ്ട് ഓതിപ്പിച്ചാലും അതിൽ നന്നായി ഓതാൻ എങ്ങനെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 50 മാർക്കിനാണ് പരീക്ഷ. അതിൽ മാർക്ക് കിട്ടുന്ന രൂപമാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്: അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം 20 എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെക്കില്ലാതെ ഓതണം. ഇപ്പോൾ ഇഖ്റ ബിസ്മിയാണ് നമ്മൾ ഓതുക. അപ്പോൾ എങ്ങനെ ഓതുക? ചില കുട്ടികൾ ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഇങ്ങനെ ഓതും. ഇതെന്താണ്? ഇതിന് ഓത്ത് എന്ന് പറയില്ല, ഇതിന് മാർക്ക് ഒരുപാട് പോകും. പിന്നെ ഇത് ചേർത്തിയിട്ട് ഓതണം. ഇപ്പം നിങ്ങളിങ്ങനെ വായിച്ചതാണ്, അതിന് ഓത്ത് എന്ന് പറയില്ല. അപ്പം അങ്ങനെ ഓതിയാൽ മാർക്ക് പോകും. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, അതാണ് ശരിയായ ഓത്ത്. അതാണ് സ്റ്റെക്കില്ലാതെ ഓതണം. അങ്ങനെ ഓതിയ 20 മാർക്ക്. അടുത്തത് അന്ന് വന്നിരുന്നത് വസ്സമായി വത്താരിക്ക് സൂറത്തേനു. അപ്പോൾ അതിലൊരുപാട് കാഫുണ്ട്. അപ്പോൾ കാഫിന് സുക്കൂന് വന്നാലുള്ള കൽക്കലത്തിൻ്റെ ഉച്ചാരണത്തിന് 8 മാർക്ക് എന്ന് പറഞ്ഞാൽ അതവിടെ പഠിക്കുന്നതാണ് വസ്സമായി വത്താരിക്കൽ. അടുത്ത ബാഇന് സുക്കൂന് വന്നാലുള്ള കൽക്കലത്തിൻ്റെ ഉച്ചാരണത്തിന് 7 മാർക്ക്. അതായത് ആ അക്ഷരം ശരിയായ രീതിയിൽ ഉച്ചരിച്ചാൽ 8 മാർക്കും മറ്റേന് 7 മാർക്കും. പിന്നെ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ അക്ഷരശുദ്ധിക്ക് ഓരോ 5 മാർക്ക് 5 മാർക്ക് 5 മാർക്ക്. ഇങ്ങനെയാണ് 50 മാർക്ക്. കണ്ടോ? അപ്പോൾ ഒന്നായിട്ട് നമുക്ക് മാർക്ക് കിട്ടൂല. നമ്മളുടെ ഓത്ത് ശരിക്കും നോക്കും, അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത് നോക്കും, അതിനാണ് മാർക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ അക്ഷരം അതിൻ്റെ ശരിയായ സ്ഥലത്ത് നിന്ന് ഓതണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ലാ ഉഖ്സിമു സൂറത്ത് മുതൽ ഏത് സൂറത്ത് നിങ്ങളെ കൊണ്ട് ഓതിപ്പിക്കാം. എന്നിരുന്നാലും ഞാൻ 2 ഭാഗം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്, 2-3 ഭാഗം. അവിടെ ഒന്ന് നന്നായിട്ട് ഓതി പഠിക്കുക. എന്നാലേ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തും കൂടി എന്താവും, നമുക്ക് ഓതാൻ കിട്ടുമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയും ചെയ്യുക, ചില സ്ഥലങ്ങൾ ഞാൻ ഓതിത്തരും ചെയ്യാം. ഫസ്റ്റ് ഇഖ്റ ബിസ്മി. അപ്പോൾ ഇഖ്റ ബിസ്മി ഓതുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ അഖ്റ എന്ന് ഓതരുത്. ചില കുട്ടികൾ ഇവിടെ അലിഫിൻ്റെ മുകളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അഖ്റ എന്ന് ഓതും, അത് ഓതരുത്. അപ്പോൾ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇവിടെ ഖലഖൽ ഇൻസാന, ഖലഖൽ എന്നാണ് ഓതേണ്ടത്, ഖലഖൽ. ഇഖ്റ വറബ്ബുകൽ അക്രം. അക്രമു എന്ന് ഓതരുത്. ഇഖ്റ വറബ്ബുകൽ അക്രമു അങ്ങനെ ഓതരുത്, അത് തെറ്റാണ്. പിന്നെ എങ്ങനെ ഓതേണ്ടത്? ഇഖ്റ വറബ്ബുകൽ അക്രം. ഖുർആൻ പരീക്ഷയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖുർആൻ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്നിട്ട് കുറേ ഓതിപ്പടിച്ചത് കൊണ്ടൊന്നും നമുക്ക് എന്തായില്ല, ഓതാൻ കിട്ടൂല. പിന്നെ എന്ത് ചെയ്യണം? നന്നായി നേരത്തെ ഓതിപ്പടിക്കുന്ന, ദിവസം വീട്ടിൽ നിന്ന് ഓതുന്ന കുട്ടികൾക്ക് നന്നായി ഓതാൻ കിട്ടുള്ളൂ. അതാണ് ഖുർആൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഓടാൻ പറയുമ്പോൾ നിങ്ങൾ എന്നും ഓടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടും. നേരെ മറിച്ച് നാളെ ഓട്ട മത്സരമാണ്, ഇന്ന് കുറേ ഓടി നോക്കി എന്നിട്ട് ഓട്ട മത്സരത്തിന് കൂടിയ ഫസ്റ്റ് കിട്ടുമോ? കിട്ടൂല. അപ്പോൾ നന്നായി പരിശീലിക്കണം. അപ്പോൾ ഖുർആൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഓതുന്ന നല്ല കുട്ടികളാണെങ്കിൽ അൽഹംദുലില്ലാ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ അല്ലമ ബിൽ ഖലം. ഇവിടെ അല്ലദീ എന്നാണ് വായിക്കേണ്ടത്. പിന്നെ ബിൽ ഖലം. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം.
കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. ഇവിടെ ലയത്ഗയാന്ന് വായിക്കരുത്. ഇവിടെ യാവ് പോലെ ഉണ്ട്, പക്ഷെ അലിഫാണ് വായിക്കുക. അപ്പം ലയത്ഗാ. ഇനി ഇവിടെ ചില കുട്ടികൾ അന്ന റആഹുസ്തഗ്ന ഓതും. അങ്ങനല്ല ഓതണ്ട. അന്നൊന്നുമില്ല ഇവിടെ, അറാന്ന് ഓതുള്ളൂ. നൂന് ഇവിടെ സൈലന്റ് ആണ്. അർറആഹുസ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജ്അ. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ള അക്ഷരം ഏതാ? റാ. അതുപോലെ ഐന്. അപ്പൊ ഇതിന്റെ ഉച്ചാരണത്തിന് 5 മാർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് നോക്കുക. ഇനി നമുക്ക് ഈ സൂറത്തിന്റെ അവസാന ഭാഗം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅലം ബി അന്നല്ലാഹ യറാ. യറയാ നല്ല വായിക്കണ്ട, യറാ. കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. ബിന്നാസിയത്തി എന്നൊന്നും വായിക്കരുത്. ഇവിടെ താവ് വായിക്കൂല. അതുപോലെ നാസിയ കാദിബ ഖാത്തിയ അങ്ങനെ ഓതരുത്. ഇവിടെ നാസിയത്തി എന്ന് ഓതണം. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. തെറ്റി. ഞാനിവിടെ ഓതിയ തെറ്റി. എന്താ തെറ്റ്? ഇവിടെ കാദിബത്തിൻ എന്ന് പറയാൻ പാടില്ല. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. മനസ്സിലായോ? ഈ ചുവപ്പ് കളർ വരുന്നിടത്ത് മണിക്കാൻ പാടില്ല. ഫല്യദ്ഉ നാദിയ. നാദിയഹു എന്ന് വായിക്കരുത്. നാദിയ. സനദ്ഉ സബാനിയ. കല്ലാല. എങ്ങനെ വായിക്കണ്ടേ? കല്ലാല. കല്ലാല തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. ഇനി പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ് ലംയക്കുനി സൂറത്ത്. ലംയക്കുനി സൂറത്ത് വലിയ വലിയ ആയത്തുകളായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ഓ, ശ്വാസം മുട്ടിയില്ലേ? അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ടിയാൽ അവിടെ നിർത്തുകയാണ് വേണ്ടത്. ഇപ്പൊ ശ്വാസം മുട്ടിയിട്ട് പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ ഓതും, ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. കണ്ടോ? അപ്പൊ നിങ്ങളെ മാർക്കൊക്കെ അവിടെ പോയി. കാരണം എന്താ? നിങ്ങൾ ഓതുകയല്ല, അവിടെ വായിക്കുക ചെയ്ത്. ഓതുന്ന സമയത്ത് നമ്മൾ ശ്വാസം കിട്ടാതെ സ്റ്റോപ്പ് ആക്കണം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. കണ്ടോ? അവിടെ നിർത്തിക്കോ. നിങ്ങൾ ആരും പിടിക്കാൻ, ഒരു പോലീസും നിങ്ങളെ പിടിക്കാൻ പോകുന്നില്ല. അവിടെ നിർത്തിക്കോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ബാക്കി ഓതിയാൽ മതി. വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ബയ്യിനത്തു എന്ന് വായിക്കരുത് കേട്ടോ. റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ. ഇത് ഖയ്യിമ എന്നല്ല ഓതണ്ട. എന്താ വായിക്കണ്ടേ? ഖയ്യിമ. ഇനി നമുക്ക് ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തൊന്ന് നോക്കാം. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദിനിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ അബദ. ഇപ്പൊ ഇത് വലിയ 2 ആയത്താണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏച്ചൂട്ടിയിട്ട് മുട്ടിച്ച് ഇങ്ങനെ ഓതരുത്. മനസ്സിലായില്ലേ? അത് സ്റ്റോപ്പ്, ശ്വാസം കിട്ടാതെ സ്റ്റോപ്പ് ആക്കുക. റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. ഓതിയോക്കല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. കണ്ടോ? ഇവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ശ്വാസം മുട്ടി. അപ്പോൾ ഞാൻ അവിടെ നിർത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലിദീന ഫീഹ അബദ. ഇവിടെ എന്തോ ഒരു അടയാളം ഉണ്ട്, അവിടെ നിർത്താം, ഒരു കുഴപ്പമില്ല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
റളിയല്ലാഹു അൻഹും വറളു അൻ. ഇവിടെ അൻഹു നിർത്തരുത്. എന്താ നിർത്തേണ്ടത്? അൻ. ഇനി നിർത്തുന്നില്ലെങ്കിൽ എങ്ങനെ ഓതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. ഇവിടെ റബ്ബഹു എന്ന് വായിക്കരുത്, റബ്ബ. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും പഠിക്കാം. ഇനി നമ്മൾ ഒരു സൂറത്തും കൂടി നോക്കാൻ പോവാണ്. ഏതാണ്? അൽ ഖാരിഅ. ബിസ്മില്ലാഹിർ റഹ്മാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറച്ചേ ഓദിപ്പിക്കുള്ളൂ. 1, 2, 3, 4 ആയത്ത് ഓദിപ്പിക്കുള്ളൂ. പക്ഷെ ആ ഓദിപ്പിക്കുന്നതിൽ തന്നെ നിങ്ങളെ ഉസ്താദുമാർ നല്ലോണം ശ്രദ്ധിക്കും, നിങ്ങൾ അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കുന്നുണ്ടോ എന്നൊക്കെ. ഓരോ അക്ഷരങ്ങളും ഇപ്പം കണ്ടില്ല, നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നത് ഈ അക്ഷരത്തിനാണ് 5 മാർക്ക്. ഈ അക്ഷരം അതിൻ്റെ ശരിയായ രീതിയിൽ ഉച്ചരിച്ചാൽ 5 മാർക്കാണ്. സീന്, സ, ലോ കണ്ടോ? അപ്പോൾ നമ്മൾ കൊണ്ട് ഓദിപ്പിക്കുന്ന ആയത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന അക്ഷരം ഏതാണോ അത് വൃത്തിയിൽ പറയണം. ഇപ്പോൾ ഇവിടെ നോക്കുക, അൽ ഖാരിയ ഓതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നത് ഖാഫാണ്, ഖാഫ്. അപ്പോൾ ഖാഫ് ചില കുട്ടികൾ അൽ കാരിയ എന്ന് പറയും, അൽ കാരിയ അല്ലേ? അൽ കാരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെ തെറ്റ്? 2 തെറ്റുണ്ട് അവിടെ. ഒന്ന് കാ തെറ്റി, പിന്നെ യാ എന്നത് ഓതി അൽ കാരിയ. യാ ഉണ്ട് അവിടെ, നോക്കിയാട്ടെ, ഐനാണ് അല്ലേ? ആ എന്നാ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചില കുട്ടികൾ അൽ ഖാരിയ അങ്ങനെ ഓതും, അപ്പോഴും തെറ്റാണ്. അവിടെ കാഫ് ശരിയാണ്, പക്ഷെ യാ ഇല്ല, അവിടെ ഐനാണ്. അപ്പം അൽ ഖാരിഅ. അപ്പം ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഐനിനായിരിക്കും മാർക്ക്, ഐന്. അതുപോലെ ഖാഫ്, ഇവിടെയും കാഫുണ്ട്, അപ്പോൾ അതുപോലെ സാ ഉണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ഓതി പഠിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. ഇവിടെ മബ്സൂസ് നോതരുത്, അത് തെറ്റാണ്. എന്താ തെറ്റ്? ഇവിടെ സ ആണ്, മബ്സൂസ് എന്നാണ്. മബ്സൂസ് അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ സഖുലത് മവാസീനു. എന്താണ്? സകുലത്തല്ല, എന്താണ്? സഖു. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇനി നമുക്ക് ലാ ഉഖ്സിമു ഒന്ന് ഓതി നോക്കാം, ഒരു പക്ഷെ പരീക്ഷയ്ക്ക് വന്നാലോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള അക്ഷരം ദാലാണ്. ദാൽ ഉച്ചരിക്കുമ്പോൾ എന്ത് വേണം? ഇവിടൊക്കെ നമ്മൾ നിർത്തുന്ന സമയത്ത് ഒരു മുഴക്കം വേണം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു മുഴക്കം വേണം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ഫീ നീട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ് യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. ലുബദ് നോതരുത്, എന്താ അതുകൊണ്ട്? ലുബദ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ പല കുട്ടികൾക്കും തെറ്റിക്കും. ഇവിടെ എല്ലാത്തിലും അവസാനം അലിഫ ഉണ്ടാവുക. എങ്ങനെ? ളുഹാഹ, തലാഹ. ഇവിടെ തലാഹ എന്നൗദ, ജല്ലാഹ എന്നൗദുണ്ട്. യഗ്ഷാഹ, ബനാഹ, ത്വഹാഹ. കണ്ടോ? അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها. എല്ലാത്തിലും ഹാ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എല്ലാത്തിലും അവസാനം യാ ഉണ്ട്, പക്ഷെ യാ അല്ല അവിടെ വായിക്കുക. യഗ്ഷായ എന്ന് വായിക്കൂല, യഗ്ഷാന്നേ വായിക്കുള്ളൂ.
തജല്ലായ നല്ല തജല്ല. കണ്ടോ? അപ്പൊ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദകറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന. അപ്പോൾ അത് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിഫ്ള് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഹിഫ്ള് പരീക്ഷയ്ക്ക് അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന് പറയുന്ന ഈ സൂറത്ത് മുതൽ നമ്മളെ ഖുർആൻ്റെ അവസാനം ഖുൽ അഊദു ബി റബ്ബിന്നാസ് വരെ, തബ്ബത്ത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഖുൽ അഊദു ബി റബ്ബിന്നാസ് വരെ ഏത് സൂറത്തും പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാണാതെ ഓതിപ്പിക്കാൻ. ഇനി അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 സൂറത്തുകളുണ്ട് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുക്കേണ്ട പാഠങ്ങൾ. അതേതാണ്? ഒന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള പാഠാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇതാ ഇവിടെ കണ്ടില്ലേ. അപ്പം ഈ സൂറത്ത് പരീക്ഷയ്ക്ക് കാണാതെ ഓതിപ്പിക്കുക. അപ്പോൾ കാണാതെ ഓതാനുള്ളതൊക്കെ ഇപ്പോഴത്തന്നെ ഓതി പഠിക്കുക എല്ലാവരും കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ സൂറത്ത്, അതുപോലെ ഇദാ ജാ നസ്റുല്ലാഹ് എന്നുള്ള ഈ സൂറത്ത്, അതുപോലെ തബ്ബത് യദാ അബീ ലഹബ് ഈ സൂറത്ത്, ഈ 3 സൂറത്ത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് മാത്രമല്ല പരീക്ഷയ്ക്ക് ഉണ്ടാവുക, നമ്മൾ 2ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ പഠിക്കുന്ന കുറേ ദിക്റുകളുണ്ട്, അതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഫിഖ്ഹിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? അത്തഹിയാത്ത് പഠിക്കുന്നുണ്ട്, കുനൂത്ത് പഠിക്കുന്നുണ്ട്. ഇതാ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്ത് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അത്ര സാധ്യതയില്ല. ഏറ്റവും നല്ല സാധ്യത ഏതാണെന്നറിയോ? അത്തഹിയാത്താണ്. എവിടെ അത്തഹിയാത്ത്? ഇതാ കണ്ടോ? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഇതാണ് വരാൻ സാധ്യത. ഇനി അതിൻ്റെ സലാത്തുണ്ട് അല്ലേ? ഇവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ, ഇത് പഠിക്കാണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ആരിപ്പോൾ പെട്ടെന്ന് തലേന്ന് നോക്കിയിട്ട് പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ ഇതിനേക്കാളൊക്കെ സാധ്യത വേറെ ഉണ്ട്. അതേതാ? റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി, ഇത് വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ സാധ്യത ഉള്ളതാണ് എന്ത്? റബ്ബന ലക്കൽ ഹംദു, സുബ്ഹാന റബ്ബിയൽ, റുകൂഇ ചെല്ലേണ്ട ദിക്ർ, അതൊക്കെ ഫിഖ്ഹിൽ ചോദിക്കായിരിക്കും. പിന്നെ വജ്ജഹത്തു ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ. വജ്ജഹത്തു വളരെ വളരെ പ്രധാനപ്പെട്ട കേട്ടോ, വജ്ജഹത്തു. അതേപോലെ തന്നെ റബ്ബനാ ലക്കൽ ഹംദു റബ്ബി ഗഫിർലി, ഈ 3 ചോദ്യം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. റബ്ബി ഗഫിർലി വർഹംനി, അതുപോലെ റബ്ബനാ ലക്കൽ ഹംദു. കണ്ടോ? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അൽ-അർളി മിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഇതും റബ്ബി ഗഫിർലിയും പിന്നെ വജ്ജഹത്തും, ഇത് 3 വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.